നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യം ചിലപ്പോൾ UDFന് പ്രതികൂലമാകാം, അനുകൂലമാകാം. ഇനി എത്രമേൽ പ്രതികൂലമായാലും പാർട്ടിക്കുള്ളിലെ പ്രവർത്തകരും പാർട്ടിയെ നിരീക്ഷിക്കുന്ന കോൺഗ്രസ് അനുഭാവമുള്ളവരും ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി വിശ്വസിക്കുന്നത് ഒരൊറ്റ നേതാവിനെയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളെയാണ്. അത് മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീഷിനെയും. പരാജയപ്പെട്ടാൽ ആ പരാജയത്തിന്റെ കാരണക്കാരൻ താനാണെന്നും വിജയിച്ചാൽ അത് പാർട്ടിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള വിജയമാണെന്നും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും പറയുന്ന വിജയക്കൊടുമുടിയിലേക്ക് പാർട്ടിയെ നയിച്ചു മുൻപോട്ട് പോകുന്ന പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെയും വിശ്വസിച്ചുകൊണ്ട് നിരവധി പാർട്ടി വിശ്വാസകരാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുന്നത്. UDFന്റെ ഇലക്ഷൻ മാനേജറുടെ റോളിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പരീക്ഷണശാല കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നേതൃനിരയിൽ നിന്നുകൊണ്ട് പയറ്റിയിടത്തെല്ലാം വിജയിച്ച പാരമ്പര്യവും ചരിത്രവുമുണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീഷിന്. അവിടെ ഒരിടത്ത് മാത്രമാണ് കാലൊന്ന് ചെറുതായി ഇടറിയത്. നേരിട്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ എല്ലായിടത്തും വിജയിച്ച റെക്കോർഡുകളുള്ള സതീശന്റെ തന്ത്രങ്ങൾ ഇരുമുന്നണികൾക്കും ഒരുപോലെ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ മാറ്റുരയ്ക്കപ്പെടുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം UDFന് എന്ന പോലെ പ്രതിപക്ഷ നേതാവ് VD സതീഷിന് വ്യക്തിപരമായും ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് സതീഷിന്റെ ജമാഅത്ത് ഇസ്ലാമി പ്രസ്താവന വിവാദമായ സാഹചര്യത്തിൽ മുന്നണി സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുമായുള്ള ചർച്ചയ്ക്ക് പോലും തയ്യാറല്ലെന്ന സതീഷിന്റെ ഉറച്ച നിലപാടാണ് PV അൻവറിന് മുന്നിൽ UDFന്റെ വാതിൽ കൊട്ടിയടച്ചത്. മുന്നണിയുടെയും അതിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെയും അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന ഈ നിലപാട് മുതൽ സതീശൻ വരച്ചിടുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾക്കൊപ്പിച്ചാണ് UDFന്റെ പ്രചരണം മുൻപോട്ട് നീങ്ങുന്നത്. PV അൻവറിനെ ഒപ്പം നിർത്തിയാൽ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങൾക്കൊപ്പം അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുവാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടായിരുന്നു സതീശൻ തന്ത്രങ്ങൾ മെനഞ്ഞത്. എന്നാൽ അൻവർ എതിരായാൽ ഇതിനേക്കാൾ ഏറെ ഗുണങ്ങളുണ്ടെന്ന വിലയിരുത്തലാണ് അദ്ദേഹത്തിനുള്ളത്. UDFന് ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത വോട്ടുകൾ വേണമെങ്കിൽ ഇടതുമുന്നണിയിലേക്ക് പോകാനിടയുള്ള വോട്ടുകളെ ചേർത്ത് കൊണ്ടുപോകാൻ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുമെന്നാണ് സതീശന്റെ കണ്ടെത്തൽ. ഈ കണക്കുകൂട്ടൽ നൽകിയ ആത്മവിശ്വാസം കൊണ്ടുകൂടിയാണ് അൻവറിനോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചത്. പുരോഗമനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചലച്ചിത്ര താരങ്ങളുടെയും നിലപാടുകളുടെയും പേരിൽ യാഥാസ്ഥിതിക മുസ്ലിം സംഘടനകളുടെ വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കാനിടയില്ല. ഈ സാഹചര്യത്തിൽ ഇത്തരം വോട്ടുകളെ ശത്രുപാളയത്തിലേക്ക് എത്തിക്കാതെ പുറത്തേക്ക് പോകാനുള്ള സേഫ്റ്റ് വാൽവായിട്ടാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം മാറാൻ പോകുന്നത് എന്ന കണക്കുകൂട്ടൽ അദ്ദേഹത്തിനുണ്ടാകാം. ഈ കണക്കുകൂട്ടലാണ് അൻവറിനെ അവഗണിച്ച് മുൻപോട്ട് പോയാലും മുന്നണിക്ക് കുഴപ്പമുണ്ടാകില്ലെന്ന ധൈര്യം സതീശന് നൽകിയത്. PV അൻവർ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വോട്ടുകൾ എതിർപക്ഷത്തേക്ക് പോകുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇരുമുന്നണികളെയും ഒരുപോലെ എതിർത്ത് അൻവർ സ്ഥാനാർത്ഥിയായി മാറിയതോടെ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുമെന്നാണ് സതീശന്റെ തന്ത്രം. PV അൻവർ സ്ഥാനാർത്ഥിയാകുന്നത് കൊണ്ട് UDFന് ഉണ്ടാകുന്ന ഡാമേജ് 3 ദിവസത്തെ ഫലപ്രദമായ ക്യാമ്പയിൻ കൊണ്ട് മറികടക്കാനാവുമെന്നും സതീശന് വിശ്വാസമുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനാകുന്ന ഇടപെടലുമായി സതീശൻ നിലമ്പൂരിൽ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ തന്ത്രങ്ങളും കണക്കുകൂട്ടലും പിഴച്ചാൽ സതീശന്റെ നില പരുങ്ങലിലാകും. കാരണം സതീശന് ശത്രുക്കൾ പുറത്തല്ല, മുന്നണിയിലും പാർട്ടിയിലുമാണ്. തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന PV അൻവറിന്റെ പിന്തുണ നഷ്ടപ്പെടുത്തിയത് സതീശന്റെ കർശന നിലപാടാണെന്ന് വിശ്വസിക്കുന്നവർ UDFിലും കോൺഗ്രസിലും ഏറെയുണ്ട്. അവർ സതീശന്റെ ചുവട് പിഴയ്ക്കാൻ കാത്തിരിക്കുന്നുമുണ്ട്. ഇത് സതീശനും തിരിച്ചറിയുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും. വിജയമുണ്ടായാൽ പാർട്ടിയുടെയും മുന്നണിയുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും പരാജയം സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി താനായിരിക്കുമെന്ന സതീശന്റെ ആവർത്തിച്ചുള്ള പ്രതികരണങ്ങൾ ഇതിന്റെ തെളിവ് കൂടിയാണ്. വിജയത്തിന് ഒരുപാട് അവകാശികൾ ഉണ്ടാകുമെന്നും പരാജയത്തിന് ആരും ഉണ്ടായിരിക്കില്ലെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നാണ് സതീശന്റെ ഈ പ്രതികരണങ്ങളെന്നും അനുമാനിക്കാം. നിലമ്പൂരിലെ തന്ത്രങ്ങൾ പിഴച്ചാൽ കോൺഗ്രസിൽ പിന്നെ ഉയരുന്ന ആവശ്യം സതീശിനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നതാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതിനി സാധ്യതയും സമയവുമില്ല. എന്നാൽ പ്രതിബന്ധങ്ങളെ വകഞ്ഞുമാറ്റി നിലമ്പൂർ കുന്നുകളിൽ വിജയക്കൊടി നാട്ടാനായാൽ VD സതീശൻ UDFിലും കോൺഗ്രസിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതൃത്വമായി മാറും. ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സംയമനം കൈവിടാതെ ആത്മവിശ്വാസത്തോടെ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന സതീശന്റെ നേതൃപാടവം മാറ്റുരയ്ക്കപ്പെടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയത്തിലും ഏറെ പ്രസക്തിയുണ്ട്. സൂക്ഷ്മതല ഇടപെടലാണ് VD സതീശന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ സവിശേഷത. ബൂത്ത് തലം മുതൽ സംഘടനയെ ചലിപ്പിച്ച് വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതാണ് ഈ തന്ത്രത്തിന്റെ ഫലം.
പ്രാദേശികമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവിടങ്ങളിലെ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പിക്കുന്നതിലും ശ്രദ്ധ കൈവരും. മുതിർന്ന നേതാക്കളെ തന്നെ വാർഡ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ട് പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ശൈലി സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം മാത്രം UDFന് ശീലമായതാണ്. മുമ്പൊക്കെ ഇത്തരം ഇടപെടലുകൾ തീരുമാനങ്ങൾ മാത്രമായിരുന്നു. പാർട്ടി എന്നത് നേതാക്കളും ആൾക്കൂട്ടവും എന്ന രീതി മാറ്റിയെഴുതിക്കൊണ്ട് അവരെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തരവാദിത്തം നിറവേറ്റാൻ ചുമതലപ്പെട്ട കർമ്മസേനയാക്കി പരിവർത്തനം ചെയ്യാൻ സതീശന് കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലും സതീശന്റെ തന്ത്രപരതയുടെ തിളക്കമുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ ആര്യാടൻ ഷൗക്കത്തിന് പകരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു കോൺഗ്രസിലെ ആലോചന. എന്നാൽ കെ സുധാകരൻ മാറി സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി വന്നതോടെ ആ ആലോചന മാറി. ആദ്യം ജോയിയെ പിന്തുണച്ചിരുന്ന സതീശൻ തന്നെയാണ് മാറ്റത്തിനും മുൻകൈയെടുത്തത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കിയതിന് പിന്നാലെ ജോയിയെ കൂടി സ്ഥാനാർത്ഥിയാക്കിയാൽ മണ്ഡലത്തിലെ പ്രബല വിഭാഗമായ മുസ്ലിം സമുദായത്തിനെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാകുമെന്ന ചിന്തയിലാണ് സതീശൻ മാറ്റത്തിന് വേണ്ടി വാദിച്ചത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കിയതിന് പിന്നാലെ ജോയിയെ കൂടി സ്ഥാനാർത്ഥിയാക്കിയാൽ മണ്ഡലത്തിലെ പ്രബല വിഭാഗമായ മുസ്ലിം സമുദായത്തിനെ പിണക്കുന്നതിന് തുല്യമാകുമെന്ന ചിന്തയിലാണ് സതീശൻ മാറ്റത്തിന് വേണ്ടി വാദിച്ചത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി ചിന്തിക്കാൻ കഴിയുന്ന ഈ സമീപനം തന്നെ സതീശനിലെ തന്ത്രജ്ഞനായ നേതാവിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ വിശ്വാസം ആർജിക്കാനും അവരെ കൂടെ നിർത്താനും സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കഴിയും. മുന്നണിയെ സ്വരഭേദങ്ങളില്ലാതെ നയിക്കുന്നതിന് നായകന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇടപെടൽ വന്നത് ഘടകകക്ഷികളെയും നിസ്സീമമായ സഹകരണത്തിന് നിർബന്ധിതരാക്കി. എന്തായാലും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരേട കോൺഗ്രസിനും UDFനും ഒക്കെ എതിരാണെങ്കിൽ പോലും VD സതീശന്റെ തന്ത്രങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പാർട്ടിക്കൊപ്പം അണിനിരന്ന് നിൽക്കുന്ന പ്രവർത്തകർക്ക് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിൽ വലിയ ബോധ്യവും ഉറപ്പുമുണ്ട്. UDF പരാജയപ്പെട്ടാൽ അത് പ്രതിപക്ഷ നേതാവിന് എക്കാലത്തും പേര് നടക്കാൻ കഴിയുന്ന ഒരു വലിയ നാണക്കേടായി മാറും. നിലമ്പൂരിൽ കൂടി പരാജയപ്പെട്ടാൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വിജയങ്ങളൊന്നും അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമല്ല എന്നും വിജയിച്ച ഇടങ്ങളെല്ലാം പരിശോധിച്ചാൽ അവയെല്ലാം കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളായിരുന്നുവെന്നും അത്രമേൽ പ്രബലമായ മണ്ഡലങ്ങളിലെല്ലാം ശക്തരായ സ്ഥാനാർത്ഥികളെ, വ്യക്തിപ്രഭയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് UDF വിജയിച്ചതെന്നും ഒരു വിഭാഗം പറയും. അതിന് കൃത്യമായ മറുപടിയും അവരുടെ പക്കലുണ്ട്. ചേലക്കര 1996 മുതൽ ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ട തന്നെയായിരുന്നു. അവിടെ ഒരു മാറ്റവും, കുറച്ച് വോട്ട് വർദ്ധിപ്പിച്ചതല്ലാതെ ഒരു മാറ്റവും പ്രതിപക്ഷ നേതാവിന് ഉണ്ടാക്കുവാൻ സാധിച്ചില്ല എന്ന വാദം ഉയരും. നിലമ്പൂരിൽ കൂടി പരാജയപ്പെട്ടാൽ 2016 മുതൽ ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായ നിലമ്പൂരിനെ കൈക്കലാക്കി വെച്ചിരിക്കുന്ന ഇടതുപക്ഷത്തിന് VD സതീശന്റെ തന്ത്രങ്ങളെയൊക്കെ തകർത്തെറിയുവാൻ കഴിയുന്ന കരുത്തുണ്ട് എന്ന് ആ വിഭാഗം തന്നെ വാദിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് ആദ്യം പറഞ്ഞതുപോലെ എക്കാലത്തും പേര് നടക്കേണ്ട ഒരു വലിയ ക്ഷീണമായി ഇത് മാറും.